ഹലോ ഗൈസ്, എല്ലാവർക്കും എയർജി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ കണ്ടു. ആദ്യത്തെ പടം നമ്മുടെ മിന്നൽ മുരളി, അതൊരു ഒരു മലയാളത്തിൻ്റെതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയ ഒരു പടമാണ് നമ്മുടെ മിന്നൽ മുരളി എന്ന് പറയുന്ന പടം. അന്ന് കോവിഡ് സമയത്ത് നെറ്റ്ഫ്ലിക്സിലൂടെയൊക്കെ റിലീസ് ചെയ്ത് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയ പടം. അപ്പോൾ ആ ഒരു പടത്തിന്റെ ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലെവലിലുള്ള ഒരു ഹൈപ്പുമായിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയതും അതാണ്. ആ ഒരു ലെവലിലുള്ള ഒരു ഹൈപ്പും വെച്ച് ഞാൻ തിയേറ്ററിലേക്ക് പോയപ്പോഴത്തേക്കും ഈ ഉജ്ജ്വലിനെ എനിക്ക് അത്ര അങ്ങോട്ട് ഉജ്ജ്വലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിനകത്ത് ആദ്യത്തെ കാരണം ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള ഒരു ബാധ്യതയാണ്. അതായത് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മിന്നൽ മുരളിയിൽ നിന്നോ അല്ലെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന പടത്തിലേക്കോ ഒക്കെ കഥാപരമായിട്ട് അല്ലെങ്കിൽ പശ്ചാത്തലപരമായിട്ട് സിനിമയിൽ എവിടെയെങ്കിലും പ്രതിപാദിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ലീഡ് അല്ലെങ്കിൽ മിന്നൽ മുരളിയിൽ നിന്നൊരു ലീഡ് എന്നൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷ കാണുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു തരത്തിലും ഒരു ഒരു ഗസ്റ്റ് അപ്പിയറൻസിനെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ആ ഒരു കഥയും ഈ ഒരു കഥയും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരികയോ അങ്ങനെ ഒന്നും ഒരു തരത്തിലും സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അതിനോടൊരു നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഒരു സിനിമ തോന്നി. സ്റ്റാൻഡ് ലോൺ പടമാണെങ്കിൽ കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ, അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്നുള്ളൊരു ആകാംക്ഷ, ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആ ഒരു ആകാംക്ഷ പ്രേക്ഷകനിലേക്ക് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിരാശ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു സിനിമ നമ്മളൊരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് തന്നെ ഞാൻ കണ്ടു. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സിനിമ എനിക്കൊരു സാറ്റിസ്ഫിക്കേഷൻ തന്നിട്ടില്ല. കാരണം ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ വലിച്ചു നീട്ടലുണ്ട്. എന്തിനിങ്ങനെ റബ്ബർ ബാൻഡ് വലിക്കുന്നതൊക്കെ വലിച്ചു നീട്ടുന്നതെന്ന് ഒരു തരത്തിലും പിടികിട്ടാത്ത രീതിയിലാണ് ഇതിന്റെ ക്ലൈമാക്സ് അടക്കം കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു സിനിമ നടക്കുന്നത് ഒരു ക്രൈമോ ഒന്നുമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ കുറെ ക്രൈം നടക്കുന്നു, പിന്നെ ഇത് ആര് ചെയ്തു എന്നൊക്കെ കണ്ടുപിടിക്കുന്നതും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നല്ല രീതിയിൽ വൗ ഫാക്ടർ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്ന ഒരു പ്ലോട്ടിനെ യാതൊരു വിധത്തിലും എവിടെയും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വൗ ഫാക്ടർ കിട്ടിയതായിട്ടോ എനിക്ക് ഈ ഒരു സിനിമ വേണ്ടിയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഒരു രസത്തിന് എന്താണ് ഇത് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു രസത്തിൽ കണ്ടിരിക്കാവുന്ന രീതിയിൽ ഒരു എബവ് ആവറേജ് ലെവലിലാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നുമില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഒരു വളരെ പ്ലെയിൻ ആയിട്ട്, കോമഡിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സസ്പെൻസോ ട്വിസ്റ്റോ എന്ത് തന്നെ ആയാലും വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു പ്ലെയിനകത്ത് ആ പ്ലെയിൻ റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ചു നീട്ടുന്നത് പോലെ ഒരു ഫീലിംഗ് കൂടിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തിന് ഇത്രയും വലിച്ചു നീട്ടി എന്നുള്ളതും ഒരു എത്തും പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ വില്ലനെ റിവീൽ ചെയ്യുന്ന കാര്യം, ഇത്തരത്തിലുള്ള ഒരു ക്രൈം സിനിമ ആകുമ്പോഴത്തേക്കും, നമുക്ക് ഡിറ്റക്റ്റീവ് മോഡലുള്ള ഒരു സിനിമ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു സസ്പെൻസ് ഫാക്ടർ കാണും, വില്ലൻ കാണും. പക്ഷേ ഈ ഒരു സിനിമയിലെ വില്ലനെ റിവീൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിനകത്തെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഞെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു, യവനാണോടോ വില്ലൻ എന്നുള്ള രീതിയിൽ. പക്ഷേ എന്നിലെ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം, ഏതാണ് ഇവനൊക്കെ ഇപ്പം എവിടെ നിന്ന് കയറി വന്ന് എന്നുള്ളൊരു ലെവലിലുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഏതാണ് ഇഷ്ടം ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗിൽ, അങ്ങനെ ആ ഒരു വില്ലനെ റിവീൽ ചെയ്തിട്ടോ ഒന്നും ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ അയ്യോ ഇവനോ എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ഇതിലും കിടിലനായിട്ടാണ് നമ്മുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പ്ലസിലെ ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഒരു ട്വിസ്റ്റോടെയാണോ ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശയായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു തിരക്കഥയായിട്ടാണ് ഈ ഒരു സിനിമയിലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എവിടെയും മുകളിലേക്കുള്ള ഒരു ഗ്രാഫ് എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. വളരെ പ്ലെയിൻ ആയിട്ട് വന്നത്. ഇപ്പം കോമഡിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഡിസപ്പോയിന്റഡ് ആണ്. പിന്നെ ഏറ്റവും ഈ ഒരു സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഈ ഒരു സിനിമയിലെ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ധ്യാനായാലും നല്ല മെച്ചുവേർഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഒതുക്കത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല ഒതുക്കത്തോടു കൂടി കൈകാര്യം ചെയ്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്താത്ത ഒരു സ്ക്രിപ്റ്റ് ആയിപ്പോയി ഈ ഒരു സിനിമയുടെ എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ അടിപൊളിയായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ആ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് പാളിപ്പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പടം കിടിലനാവട്ടെ. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. എല്ലാ പടത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു ലീഡോ, എന്തെങ്കിലും ഇനി അടുത്ത പടത്തിലേക്ക് ഒരു ലീഡോ ഒക്കെ ഈ ഒരു പടത്തിൽ നിന്ന്, ഈ ഒരു കഥാഗതിയിൽ നിന്ന് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് വയ്ക്കുക. അതേപോലെ എൻ്റെ അഭിപ്രായവുമായിട്ട് നിങ്ങളുടെ അഭിപ്രായം യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഞാൻ ഈ ഒരു റിവ്യൂ പറയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയെ കീറി മുറിച്ചുള്ള റിവ്യൂ എന്നല്ല, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അതിനുള്ള കാരണം ഞാൻ പറയുന്നു എന്നുള്ളതാണ്. അല്ലാതെ സിനിമയ്ക്ക് മാർക്കിടുന്ന രീതിയൊന്നും അല്ല ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പം സിനിമ മാത്രമല്ല, ഏതൊരു വിഷയമായാലും ഞാൻ ഈ ഒരു ചാനലിലൂടെ പറയുന്നത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന രീതിയിലാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.